ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ ഡെത്ത് ഓഫ് പാർട്ട്ണറിലെ ഡിസീസ്ഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ. ഇത് നമ്മൾ ഓൾറെഡി ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആണ്, ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതില് റേഷ്യോ തന്നിരിക്കുന്നത് 1:2:2 എന്നാണ്. 31 മാർച്ച് 2015 ആണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഈ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. ഇവിടെ ബാലൻസ് ഷീറ്റിൽ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്, അസറ്റ്സിലും ലയബിലിറ്റി സൈഡിലും ആയിട്ട്. എ ഡൈഡ് ഓൺ 31 ജൂലൈ 2015. എ മരിക്കുന്നത് 31 ജൂലൈ 2015 ആണ്. ദാറ്റ് മീൻസ് എ എത്ര മാസം ഫേമിൽ ഉണ്ടായിരുന്നു? എ വാസ് ദർ ഇൻ ദ ഫേം ഫ്രം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. 4 മാസമായിരുന്നു ആ വർഷം എ ഫേമിൽ ഉണ്ടായിരുന്നത്. And the partnership deed provide for the following on the death of a partner. ഈ ഡെത്തിന്റെ സമയത്ത് താഴെ പറയുന്ന കണ്ടീഷൻസ് എല്ലാം പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് വിൽ ഓഫ് ദ ഫേം ഇസ് വാല്യൂഡ് അറ്റ് 2 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ്സ് ഓഫ് ദ ലാസ്റ്റ് 3 years. അപ്പോൾ ഗുഡ് വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഗുഡ് വിൽ നമുക്ക് തന്നിട്ടില്ല, അത് ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ നോക്കാം. Goodwill is equal to average profit into number of years of purchase എന്നാണ് ക്വസ്റ്റ്യൻ. പർച്ചേസ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ അതില് നമ്മള് നോക്കേണ്ട കാര്യം ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്ന്. അപ്പൊ ക്വസ്റ്റ്യനിൽ ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവോ? യെസ്, ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് 3 years ഇസ് 33,000. അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 33,000 into number of years of purchase. ക്വസ്റ്റ്യനിലുണ്ട് 2 years purchase of the average profit. അപ്പം number of purchase 2 ആണ്. അപ്പൊ ടോട്ടൽ 66,000 ആണ് നമ്മുടെ എന്ത് ഗുഡ്വിൽ. ദിസ് ഈസ് ദ ഗുഡ്വിൽ ഓഫ് ദി ഫേം. ഇതിനകത്ത് നമ്മൾ നമ്മുടെ മരിച്ച പാർട്ട്ണറുടെ ഷെയർ കണ്ടുപിടിക്കണം. ഷെയർ ഓഫ് ഗുഡ്വിൽ ഓഫ് എ, അത് 66,000ന്റെ 1/5 പോർഷൻ ആയിരിക്കും. കാരണം ഇയാളെ 1/5 ഇവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും 1/5 എന്ന്. അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കണം അയാളുടെ ഷെയർ എത്രയാണെന്ന്. അയാളുടെ ഷെയർ എത്രയാന്നുള്ളത് ഇതാ ഇവിടെ നമുക്ക് നോക്കി കാണാം. 1:2:2 എന്നാണ് ഷെയർ. അപ്പം അതിൽ എയുടെ പോർഷൻ 1 ആണ്, 1/5. അപ്പം എയുടെ ഗുഡ്വിൽ എത്ര വരും? 66,000 into 1/5 എത്ര വരുന്നത്? അത് 13,200 വരും. ഇതാണ് എയുടെ ഷെയർ. അപ്പൊ എ മരിക്കുന്ന സമയത്ത് എയുടെ ഗുഡ്വിൽ എക്ക് കൊടുത്തു വിടണം. അത് ആരായിരിക്കും കൊടുക്കുക? എ മരിക്കുന്നത് കാരണം അതിന്റെ ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നത് ബിക്കും സിക്കും ആണ്. അതായത് ബിയും സിയും ഗെയിൻ ചെയ്യും. അപ്പൊ അവരുടെ ഗെയിനിങ് റേഷ്യോ എന്താന്ന് നോക്കണം. ഗെയിനിങ് റേഷ്യോ ഇപ്പൊ നമ്മുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 1:2:2 ആണ് അല്ലെ. 1:2:2 ഇതാണ് നമ്മുടെ ഓൾഡ് റേഷ്യോ. അപ്പൊ ആ ഓൾഡ് റേഷ്യോ എന്തായി മാറും? അതിന് എയുടെ പോർഷൻ അങ്ങോട്ട് ഒഴിവാക്കണം. അപ്പൊ ബാക്കി വരുന്ന ഏതാണ്? 2:2. അതായിരിക്കും എന്ത് ഗെയിനിങ് റേഷ്യോ. അതായത് ഓൾഡ് റേഷ്യോ 1:2:2 ആണ്. എ റിട്ടയർ ചെയ്യുമ്പോൾ എയുടെ പോർഷൻ കട്ട് ചെയ്യുക. അപ്പൊ 2:2. 2:2 എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1:1 ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കാം. 1:1 അത് ബിയും സിയും കൊടുക്കും. ബിസ് ഷെയർ ഈസ് ഈക്വൽ ടു 13,200 അല്ലേ. അപ്പൊ 13,200 into 1/2 എത്ര വരും? 6,600. ഇത് തന്നെയാണ് സിയുടെയും ഷെയർ വരിക, കാരണം ഈക്വൽ ആയിട്ടാണ് വരുന്നത്. 6,600. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമുക്ക് അതെങ്ങനെയാ ഈ പോസ്റ്റിങ്ങിൽ എഴുതാം? നമ്മൾ ആദ്യം എഴുതേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എപ്പോഴും ബാലൻസ് ബ്രോഡൗൺ ആണ്. അത് നമ്മളെ ക്വസ്റ്റ്യനിൽ ബാലൻസ് ബ്രോഡൗൺ 48,000 തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എയുടേത് 48,000 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ
ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതി. പിന്നെ നമ്മൾ ക്യാപിറ്റൽ അല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രീമിയം ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബി എത്രയാണ് കൊടുക്കുന്നത് എന്ന് എഴുതാം. അതേപോലെ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സിയുടെ എമൗണ്ട് എഴുതാം. ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് വരുന്നത്? 6600. അതേപോലെ ഇതും 6600 വരും. രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഗുഡ് വിൽ കൊടുക്കുന്നത്. അപ്പൊ അത് രണ്ടും നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞാല് നമ്മൾ അടുത്ത് നോക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ഇനി എന്തെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? ക്വസ്റ്റ്യനിൽ നമുക്ക് ജനറൽ റിസർവ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജനറൽ റിസർവ് എന്ത് ചെയ്യപ്പെടണം? നമ്മളത് ഷെയർ ചെയ്യണം. ജനറൽ റിസർവ് ഷെയർ ചെയ്യുന്നത് ഏത് റേഷ്യോയിലായിരിക്കും? ഓൾഡ് റേഷ്യോയിലായിരിക്കും ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്ന് പറയുന്നത് ടോട്ടൽ ജനറൽ റിസർവ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ജനറൽ റിസർവ് നമുക്ക് ക്വസ്റ്റ്യനിൽ 6000 ആണ്. അപ്പൊ 6000ന്റെ 1/5. 6000ന്റെ 1/5 എത്രയാണ് വരുന്നത്? 6000 ഇൻറ്റു 1/5 ജനറൽ റിസർവ് വരുന്നത് 1200. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കാം. IOC വാസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് 8%. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കൊടുക്കണം. IOC ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുന്നത് എപ്പോഴും ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ മുകളിലാണ്. 48,000 ഇൻറ്റു 8% ആണ്. അപ്പൊ 8% ഇൻറ്റു എത്ര മാസം ഉണ്ടായിരുന്നു ഈ ഫേമില്? 4 മാസം ഉണ്ടായിരുന്നുണ്ട് ഇയാള്. അപ്പം അയാൾ മരിച്ചുപോയി. അപ്പൊ ആ വർഷം അയാൾക്ക് 4 മാസത്തെ IOC മാത്രമേ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ, പാർട്ണർഷിപ്പ് ബിസിനസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അത് 1280 ആയിരിക്കും. ഇനി എന്താ ഉള്ളത്? ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ കണ്ടുപിടിക്കാണ്ട്, ഈ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെന്റ് എടുക്കുമ്പോഴും അത് ടിക്ക് ചെയ്ത് പോയാൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ എടുത്തെന്ന് ഉറപ്പുവരുത്താം. ഇവിടെ നമുക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് ഡെത്ത് വാസ് ടു ബി കാൽക്കുലേറ്റഡ്. ഇയാൾ മരിച്ചത് 31 ജൂലൈക്കാണ് മരിക്കുന്നത്. അപ്പൊ ആ വർഷം അയാൾ 4 മാസം ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ 4 മാസത്തെ പ്രോഫിറ്റ് അയാൾക്ക് കൊടുക്കണം. ഇവിടെ പ്രോഫിറ്റ് കാണുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ്. സെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രോഫിറ്റ് കാണുന്നത്. ഓക്കെ, അപ്പം ആ വർഷം എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. സെയിൽസിന്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് സെയിൽസ് എത്രയാണെന്ന് പറഞ്ഞാൽ അതിന്റെ പെർസെൻറ്റേജ് എടുത്താൽ മതി. പക്ഷെ ഇവിടെ പെർസെൻറ്റേജും ഇല്ല. പക്ഷെ സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇതാ, സെയിൽസ് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2015 ഈസ് 3 lakh. 3 lakh ആണ് ആ വർഷത്തെ സെയിൽസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതേസമയം 1 ഏപ്രിൽ മുതൽക്ക് 31 ജൂലൈ വരെ 1,83,000 സെയിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ആ വർഷം മുഴുവൻ ഉണ്ടായ സെയിൽസ് 3 ലക്ഷവും ഇയാളുടെ 4 മാസം ഇയാൾ ഫേമിൽ ഉണ്ടായിരുന്ന 4 മാസത്തെ സെയിൽസ് എന്ന് പറയുന്നത് 1,83,000 ആണ്. അപ്പൊ എത്രയായിരിക്കും ഇയാളുടെ എന്ത് ആ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? എങ്ങനെ കണ്ടുപിടിക്കും? ആ വർഷം അയാൾക്ക് എത്ര പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സെയിൽസ് ഫോർ ദ ഇയർ അത് 3 lakhും അയാൾ ഉണ്ടായിരുന്ന സമയത്ത് സെയിൽസ് 1,80,000 ആണ്, 83,000 ആണ്. ദെൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 75,000 ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് ഓൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, പെർസെന്റ് ഓൺ പ്രോഫിറ്റ് ഓൺ സെയിൽസ്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് 75,000 ആണ്. 75,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് 3 ലക്ഷമാണ്. അപ്പം ഇൻറ്റു 100. അപ്പൊ നമുക്ക് എത്ര കിട്ടും എന്നറിയാം? ഇതിന്റെ പെർസെൻറ്റേജ് 25% കിട്ടും. എന്ന് പറഞ്ഞാൽ 25% പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ വർഷത്തെ സെയിൽസ് എത്രയായിരിക്കും? ഈ വർഷത്തെ സെയിൽസ് ഓൾറെഡി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഓഫ് ദ ഇയർ, ഈ വർഷത്തെ പ്രോഫിറ്റ് 1,83,000 ആണ് നമുക്ക് മൊത്തം ഈ വർഷം പ്രോഫിറ്റ് സെയിൽസ് വന്നിരിക്കുന്നത്. അതിന്റെ 25% പ്രോഫിറ്റ് ആണ്. അപ്പൊ എത്രയാ വരിക? 45,750. ഇതാണ് ഈ വർഷത്തെ പ്രോഫിറ്റ്. മനസ്സിലായോ? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എന്നാൽ 3 ലക്ഷം സെയിൽസ് വന്നപ്പോൾ നമുക്ക് 75,000 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ അതായത് 25% പ്രോഫിറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പൊ ഈ വർഷത്തെ സെയിൽസ് പറയുന്നത് 1,83,000 ആണ്. അപ്പൊ ഈ വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി? 1,83,000ന്റെ 25% ഉണ്ടാക്കി 45,750. ഇനി നമുക്ക് ഷെയർ ഓഫ് എ, എയുടെ പ്രോഫിറ്റ് എത്രയാന്ന് നോക്കാം. മൊത്തം പ്രോഫിറ്റ് 45,750. അതിൽ നിന്ന് അയാൾ 4 മാസം ഉണ്ടായിരുന്നു, അതിൽ അയാളുടെ ഷെയർ എത്രയാണ്? 1/5. ഇത് വരുന്നത് ഏകദേശം പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിന്റെ എമൗണ്ട് എത്ര വരും? ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഒരു മിനിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യട്ടെ. 45,750 ഇൻറ്റു 4/12 ഇൻറ്റു 1/5. ഇത് വരുന്നത് 3050 എന്നാണ്. 3050. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് പ്രകാരം അയാൾക്ക് ഈ വർഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏകദേശ പ്രോഫിറ്റ്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്, ഇതിന്റെ ആൻസർ വരുന്നത് എത്രയായിരുന്നു? 3050. ഇപ്പൊ നമ്മൾ എല്ലാം ഒരുവിധം ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ടോട്ടൽ എടുക്കാം. ഈ ഭാഗത്തെ ടോട്ടൽ വരുന്നത് 63,680. ഇനി ഈ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇവിടെ എസ് ലോൺ എന്ന് പറഞ്ഞത് കാണുന്നുണ്ടോ? അതായത് ഇത് നമ്മൾ മരിച്ചുപോയ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അല്ലെ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ എടുക്കണം. ഇതെല്ലാം എന്താ? ഈ സൈഡിലുള്ള എല്ലാം എന്താ? ഈ സൈഡിൽ നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ ഐറ്റംസും എന്ന് പറയുന്നത് ആ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഗുണകരമായ സാധനമാണ്. ഇതെല്ലാം പാർട്ട്ണർക്ക് കിട്ടുന്ന സാധനമാണ്. ഇനി പാർട്ട്ണറുടെ കയ്യിൽ നമ്മൾ എടുക്കേണ്ടത്, ഇയാൾ പോകുന്നതിന് മുമ്പ് ഇയാളുടെ ലോൺ എന്ത് ചെയ്യണം? നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് എടുത്തൊഴിവാക്കണം. അതായത് 12,000. ഇനി എത്ര ബാക്കിയുണ്ട്? അതാണ് ഇയാളുടെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് പോവാം. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്, നമ്മൾ നോർമലി ഒരു അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ആണ് കണ്ടെത്തുക. ഇവിടെ നമ്മൾ ബാലൻസ് കണ്ടെത്തും, പക്ഷെ അത് എവിടേക്കാണ് പോവുക? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതാതെ അത് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് പോകും. എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് ദ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ഡിസീസ്ഡ് പേഴ്സൺ. അത് 51,680. ഇതാണ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഈ അക്കൗണ്ടിന്റെ എന്ത്? ബാലൻസിങ് ഫിഗർ. ഓക്കെ.